ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് പഴംപൊരിയാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ടേസ്റ്റ് ആൻഡ് ടെക്. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് നേന്ത്രപ്പഴം കട്ട് ചെയ്യാം. ഞാൻ തിന്നായിട്ടാണ് കട്ട് ചെയ്തത്, പക്ഷേങ്കിൽ നീളത്തിലല്ല കട്ട് ചെയ്തത്. കുക്ക് ചെയ്യാൻ ഒരുപാട് ഓയിൽ വേണ്ട ഒരു നീളത്തിൽ കട്ട് ചെയ്താൽ, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തത്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരളവിൽ മൈദയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ടത് റവയാണ്. റവ ആഡ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ അകത്തൊരു ക്രിസ്പിനെസ് കിട്ടും. ഞാൻ ഇതിൻ്റെ അകത്ത് 2 ടീസ്പൂൺ റവയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ടേസ്റ്റിനനുസരിച്ചിട്ട് പഞ്ചസാരയും. ഉപ്പ് ആഡ് ചെയ്തത് ഒരു മധുരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും. ഫസ്റ്റ് നമുക്ക് ഇതൊന്ന് മൈദേൻ്റെ കൂടെ മിക്സാക്കി കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കുക. പിന്നെ അധികം മഞ്ഞൾ ആഡ് ചെയ്യരുത്, കാരണം അതിൻ്റെ കളറ് ഭയങ്കര ഡാർക്ക് ആയാലും കാണാനും രസം ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് മഞ്ഞൾ മാത്രമേ വേണ്ടൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ലംസ് ഒന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. പഴംപൊരിയൊന്നും കേരളത്തിൽ ആരും ഉണ്ടാക്കാത്തൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഏത് രീതിയിലാണ് ഇത് മിക്സാക്കി എടുക്കേണ്ടതെന്ന്. അങ്ങനെ തന്നെ മിക്സാക്കി എടുക്കുക. ഞാൻ ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പുറത്ത് ഭയങ്കര ക്രിസ്പും ആയിരിക്കും, പിന്നെ ഉള്ളിൽ ആ ഒരു പഴം കുറച്ച് സോഫ്റ്റും ആയിട്ടും കിട്ടും. പഴത്തിന് നല്ലോണം പഴുത്തിട്ടില്ലെങ്കിലും നമ്മൾ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴം ഉള്ളിൽ നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറയുന്നത്. നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കുക. ഇതിൻ്റെ അകത്ത് ഒരു ലംസും ഉണ്ടാവാൻ പാടില്ല. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് കുറച്ച് കട്ടിയുണ്ട്, അതുകൊണ്ട് ഇനിയും നല്ലോണം മിക്സ് ആക്കണം. ഇനിയും നമുക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യാം. പക്ഷേങ്കിൽ അധികം വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. അധികം വെള്ളം ആഡ് ചെയ്താൽ നമ്മൾ ഉണ്ടാക്കുന്ന പഴംപൊരി ആ കോട്ടായി കിട്ടില്ല. നമ്മളെ പഴമൊന്നും ഈ മൈദ മാവ് കൊണ്ട് കോട്ടായി കിട്ടില്ല. അപ്പം പഴംപൊരി കാണാനും രസം ഉണ്ടാവില്ല. പിന്നെ പഴത്തിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ കിട്ടുക നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അതുകൊണ്ട് മൈദ കുഴച്ചെടുക്കുന്നേരം നല്ലോണം ശ്രദ്ധിക്കണം. ഇതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ഉണ്ടാക്കുന്ന പഴംപൊരി നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ കാണിച്ചു തരാം. ഇതാ ഫ്രീ ഫ്ലോയിങ് ആയിരിക്കണം. ഇത്രയും മിക്സ് ആക്കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ അത് കുറച്ച് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡയാണ്, അധികം ആഡ് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് എന്നിട്ട് ഇനി ഒന്ന് മിക്സ് ആക്കാം. ബേക്കിംഗ് സോഡ ആഡ് ചെയ്താൽ ഇത് നല്ലോണം പൊന്തി വരും. നമ്മൾ പൂരി ഒക്കെ ഫുള്ള് പൊന്തി വരില്ല നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അതുപോലെ തന്നെ ഇതിൻ്റെ 2 സൈഡും പൊന്തി വരും. അപ്പോൾ അതും ആഡ് ചെയ്ത് ഒന്ന് നല്ലോണം മിക്സ് ആക്കുക. ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ട് ഒരുപാട് നേരം നമുക്കിത് സൈഡിൽ വെക്കാൻ പാടില്ല. ഓയിൽ ചൂടാക്കിയതിന് ശേഷം മാത്രം ബേക്കിംഗ് സോഡ ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കുക. അപ്പോൾ ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി, ഫ്രീ ഫ്ലോയിങ്. ഇനി നമുക്ക് പഴംപൊരി എങ്ങനെ കുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഓയിൽ നല്ലോണം ചൂടായിരിക്കണം. അതിനോ ഇല്ലോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു പഴം ഇട്ടു നോക്കിയാൽ മതി. പിന്നെ പഴം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ മുക്കിയിട്ട് മെല്ലെ ശ്രദ്ധിച്ചിട്ട് തന്നെ ഓയിലിടുക. ഓയിൽ തെറിക്കാണ്ട് നോക്കണം. ഇപ്പം ഞാനിവിടെ 2 എണ്ണം മാത്രമേ ഇടുന്നുള്ളൂ, കാരണം ഓയിൽ വലുതായിട്ട് ചൂടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം മാത്രം ഇട്ടത്. അധികം ചൂടായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ഇട്ട പഴംപൊരി നല്ലോണം പൊന്തി വന്നിന്. അതുകൊണ്ടാണ് ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറയുന്നത്. കുറച്ച് നല്ല രീതിയിൽ ചൂടായിട്ട് നമ്മൾ ഇടുകയാണെങ്കിൽ ഇത് വേഗം ഉണ്ടായും കിട്ടും. അതുപോലെ തന്നെ നല്ലോണം പൊന്തിയിട്ടും വരും. നിങ്ങൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് പൊന്തി വരില്ല. അതുകൊണ്ട് മീഡിയം അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം. പക്ഷേങ്കിൽ കൈ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഞാനിവിടെ ഓയിൽ നല്ലോണം ചൂടായിട്ടുണ്ട്. ഞാനിപ്പം ഈ ഒരു പാത്രത്തിൽ കൊള്ളാവുന്നത്ര പഴം ഇടുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ പഴം മുക്കുക, ഓയിലിൽ ഫ്രൈ ചെയ്യാൻ വെക്കുക. ഇത് വേഗം തന്നെ ഉണ്ടാക്കി കിട്ടും. സ്നാക്സിന് ബെസ്റ്റാണ്, കാരണം അത്ര ടൈമൊന്നും വേണ്ട. ഹൈ ഫ്ലെയിമിൽ ചെയ്യുമ്പോൾ ഇത് ഒരു പ്രാവശ്യം ഇടുന്നതെല്ലാം വേഗം കുക്കായിട്ട് കിട്ടും. ഇപ്പം ഞാനിവിടെ ഇത്രയാണ് ഇട്ടത്, 6 എണ്ണം ഇട്ടിന്. ഇനി ഇതൊരു ഭാഗം ആയിട്ടുണ്ടെങ്കിൽ തിരിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം കുറേയെല്ലാം നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ മേലത്തെ ലെയർ നല്ല ക്രിസ്പും ആയിരിക്കും, കാരണം
നമ്മൾ ഇതിൻ്റെ അകത്ത് റവ ആഡ് ചെയ്തതിന് ഒരു കാര്യം ശ്രദ്ധിക്കണം, റവ അധികം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റവേൻ്റെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവും. ആ ഒരു ക്രിസ്പിനെസ് ഇപ്പം ഫുള്ള്, അപ്പോൾ പഴംപൊരീൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് 1 ടീസ്പൂൺ അല്ലെ 2 ടീസ്പൂൺ മാത്രം ആഡ് ചെയ്താൽ മതി, അധികം ആഡ് ചെയ്യരുത്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ കളർ, ഞാൻ ആഡ് ചെയ്ത മഞ്ഞൾ കറക്റ്റാണ്. ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കാണാം. ഇത് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട, നമുക്ക് ഡാർക്ക് ബ്രൗൺ ഒന്നും പഴംപൊരി ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ലൈറ്റ് ബ്രൗൺ വരെയാണ് കുക്ക് ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് കുക്കായിട്ടുണ്ട്, ഇത്രയേ കുക്കാവണ്ടു. പഴംപൊരി ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇട്ടപാട് തന്നെ ഉള്ളിലുള്ള പഴമെല്ലാം നല്ലോണം സോഫ്റ്റ് ആയിട്ട് കിട്ടും. അത്രക്കും ഈസിയാണ് ഇത് കുക്ക് ചെയ്യാൻ. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡെയിലി ഇങ്ങനത്തെ ന്യൂ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. കൂടാതെ ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള, എല്ലാ ആൻഡ്രോയിഡ് യൂസേഴ്സിനും യൂസ്ഫുൾ ആയിട്ടുള്ള സിമ്പിൾ ടെക് വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഞാനിപ്പോൾ എല്ലാ പഴംപൊരി ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഇതെന്തൊരു സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടായത്. കൂടാതെ ഞാൻ കുറച്ച് ബൂന്തിനെ പോലെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും തിന്നാൻ നല്ല ടേസ്റ്റാണ്. അത് നല്ല ക്രിസ്പി ആയിരിക്കും ചൂടോടെ കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. Don't forget to like, share and subscribe. Thanks for watching.